നമസ്കാരം, വെരി ഗുഡ് മോർണിംഗ്. 24ന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മറ്റൊരു വാർത്താ പ്രഭാതത്തിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 19, ചൊവ്വ, ഇടവം 5. അമൃത, ഇന്ന് ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു ദിവസമാണെന്ന് ഞാൻ പറയും. എന്തുകൊണ്ട്? രണ്ട് കാരണമുണ്ട്. ഒന്ന്, ഇന്നലെയാണ് വി ഡി സതീശൻ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ കഴിഞ്ഞത്. അപ്പോൾ സർക്കാരിന്റെ പ്രഖ്യാപനങ്ങൾ വന്നു. മൊത്തത്തിലൊരു ഫ്രഷ് ഫീലുണ്ട്. അതിനൊപ്പം തന്നെ ഇന്ന് മലയാളികളാകെ കൈകോർത്ത് പിടിച്ച 20 വർഷമായി സൗദി അറേബ്യയിൽ ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ ശിക്ഷാ കാലാവധി അവസാനിക്കുകയാണ്. അപ്പം അങ്ങനെ ഏറെ സന്തോഷം നൽകുന്ന അല്ലെങ്കിൽ പ്രതീക്ഷ നൽകുന്ന കുറെ വാർത്തകളുമായാണ് എത്തുന്നത്. അപ്പം മഴയുമായി ബന്ധപ്പെട്ട കുറെ മഴ ശക്തമാവുകയാണ്. കടലാക്രമണത്തിനൊക്കെ സാധ്യതയുണ്ട്, കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ട്. അതിനുള്ള മുന്നറിയിപ്പൊക്കെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. അപ്പോൾ വാർത്തകൾ നിരവധിയാണ്. എല്ലാ വാർത്തകളും വിശദമായി പരിശോധിക്കാം. ന്യൂസ് ബ്രേക്സ് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കിടക്കുകയാണ്. അമൃത, ഇന്നലെ വലിയ ജനകീയമായ ഒരുപക്ഷെ ലക്ഷക്കണക്കിന് ആളുകളുടെ പിന്തുണയോടുകൂടി അല്ലെ അവരെ സാക്ഷി നിർത്തി ഇന്നലെ വി ഡി സതീശൻ സർക്കാർ അധികാരത്തിലേറി വലിയ പ്രഖ്യാപനങ്ങൾ വന്നു. പറയുന്ന വാഗ്ദാനങ്ങൾ പാലിക്കുന്ന സർക്കാരാണ് എന്നൊരു സന്ദേശം നൽകുന്ന തരത്തിലുള്ള തീരുമാനങ്ങളാണ് ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ വന്നത്. പക്ഷേ വലിയ ആഘോഷത്തോടെ സന്തോഷത്തോടെ അധികാരത്തിലേക്ക് വന്നിട്ടും ഈ വകുപ്പ് വിഭജനം ഒരു കീറാമുട്ടിയായി തന്നെ അവിടെ നിൽക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മന്ത്രിമാരുടെ ഓഫീസുകൾ അനുവദിച്ചെങ്കിലും അവരുടെ വകുപ്പുകൾ ഏതെന്ന കാര്യത്തിൽ ചിലരുടെ കാര്യത്തിലെങ്കിലും സംശയം ബാക്കി നിൽക്കുകയാണ്. വകുപ്പ് വിഭജനത്തിൽ തട്ടിത്തടഞ്ഞ മുഖ്യമന്ത്രി വി ഡി സതീശൻ. സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ വകുപ്പ് വിഭജനം പൂർത്തിയാക്കി വിജ്ഞാപനം വരുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം ഇതുവരെ നടപ്പായിട്ടില്ല. കോൺഗ്രസിലെ സീനിയർ മന്ത്രിമാരുടെ വകുപ്പുകളിൽ തീർപ്പാകാത്തതിന് പുറമെ മുസ്ലിം ലീഗുമായും തർക്കമുണ്ട്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് വിട്ടുകൊടുത്ത ലീഗ് പകരം ഫിഷറീസ് ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഫിഷറീസ് വിട്ടുകൊടുക്കാൻ കോൺഗ്രസ് തയ്യാറല്ല. വിവരങ്ങൾ നൽകാൻ അജ്മൽ ദിറാർ തിരുവനന്തപുരത്ത് നിന്ന് തത്സമയം ചേരുന്നുണ്ട്. അജ്മൽ ദിറാർ, ഗുഡ് മോർണിംഗ്. സൂചിപ്പിച്ചതുപോലെ വളരെ ആഘോഷത്തോടെ കഴിഞ്ഞ ദിവസത്തെ സത്യപ്രതിജ്ഞയൊക്കെ നമ്മൾ കണ്ടു. പക്ഷെ അപ്പോഴും ഈ 20 മന്ത്രിമാരുടെ കാര്യത്തിൽ, എല്ലാവരുടെയും കാര്യത്തിൽ ഏതൊക്കെ വകുപ്പുകളാണ് ഏതൊക്കെ മന്ത്രിമാർക്ക് നൽകിയിട്ടുള്ളത് അല്ലെങ്കിൽ നൽകാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. അപ്പോൾ ഇനിയും ചർച്ചകൾ വേണ്ടി വരുമെന്നാണോ? അമൃത, ഗോകുൽ, ഗുഡ് മോർണിംഗ്. രണ്ടുപേരും സൂചിപ്പിച്ചതുപോലെ ഇന്നലെ ജനലക്ഷങ്ങളെ സാക്ഷിയാക്കിയാണ് 10 വർഷത്തിന് ശേഷം ഒരു UDF സർക്കാർ അധികാരത്തിൽ വരുന്നത്. വി ഡി സതീശൻ്റെ നേതൃത്വത്തിലുള്ള 21 മന്ത്രിമാരും ഒരു UDF മന്ത്രിസഭയിലെ 20 മന്ത്രിമാരും മുഖ്യമന്ത്രിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത് UDFിൻ്റെ 60 വർഷത്തെ ചരിത്രത്തിനിപ്പുറം വീണ്ടും ഒരു റെക്കോർഡായി ഇന്നലെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ വലിയ റെക്കോർഡുകളിട്ട് ലക്ഷങ്ങളെ സാക്ഷിയാക്കി സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഇന്നലെ അധികാരമേൽക്കുമ്പോഴും സർക്കാരിന് മുമ്പിൽ തുടക്കത്തിലുള്ള 2 പ്രതിസന്ധികളെന്ന് പറയുന്നത്, ഒന്ന് ഈ വകുപ്പ് വിഭജനവുമായി ബന്ധപ്പെട്ടുള്ളത് തന്നെയാണ്. വകുപ്പ് വിഭജനവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന പ്രധാന പ്രതിസന്ധി മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാർ അവർ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിട്ടും അവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ പോലും അവരുടെ വകുപ്പുകളിൽ ഇപ്പോഴും അവർക്കൊരു വ്യക്തതയില്ല എന്നുള്ളതാണ്. അത് ഏറ്റവും വലിയ പ്രധാന പ്രതിസന്ധി സൃഷ്ടിക്കുന്നതെന്ന് പറയുന്നത്, ഇന്നലെ മന്ത്രിസഭാ യോഗത്തിനു ശേഷം, ആദ്യ മന്ത്രിസഭാ യോഗത്തിനു ശേഷം മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ 5 ഗ്യാരണ്ടികളായി, ഇന്ദിരാ ഗ്യാരണ്ടികളായി പ്രഖ്യാപിച്ച ഗ്യാരണ്ടികളിലെ 2 പ്രധാന വാഗ്ദാനങ്ങൾ ഇന്നലെ തന്നെ അടുത്ത ദിവസങ്ങൾ തന്നെ നടപ്പിലാക്കുമെന്ന് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനമെന്ന് പറയുന്നത് KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ജൂൺ 15 മുതൽ ആരംഭിക്കുമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഈ വകുപ്പുമായി ബന്ധപ്പെട്ട, ഈ KSRTC വകുപ്പുമായി ബന്ധപ്പെട്ട് ആർക്കാണ് അതിൻ്റെ ചുമതലയുള്ളത്, ഏതൊക്കെ സ്ത്രീകൾക്കാണ് ഈ ബസ്സിൽ സൗജന്യമായി യാത്ര നൽകുന്നത്, ഏതൊക്കെ ബസ്സുകളാണ് ഇതിനെ തിരഞ്ഞെടുക്കുന്നത്, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒരു കൂടിയാലോചനയ്ക്ക് ശേഷം പ്രഖ്യാപിക്കേണ്ടത് സ്വാഭാവികമായും ഗതാഗത വകുപ്പാണ്. പക്ഷേ ഗതാഗത വകുപ്പ് മന്ത്രി ആരാണ് എന്നുള്ളതിൽ ഇപ്പോഴും ഒരു അവ്യക്തത തുടരുന്ന സാഹചര്യമാണുള്ളത്. അതോടൊപ്പം തന്നെയാണ് ആശാ വർക്കർമാർക്ക് ശമ്പള വർധന സർക്കാർ പ്രഖ്യാപിക്കുന്നത്. എന്നാൽ ആ വകുപ്പുമായി ബന്ധപ്പെട്ട് ആരോഗ്യ വകുപ്പിന് കീഴിൽ വരുന്ന ആശാ വർക്കർമാരുടെ ഈ പറയുന്ന ഓണറേറിയം വർദ്ധിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും ആരോഗ്യ വകുപ്പ് മന്ത്രി ആരെന്നുള്ളത് പലരുടെയും പേരുകൾ സൂചനകളായി ഉയർന്നു കേൾക്കുന്നുണ്ടെങ്കിലും മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ അത് ഗസറ്റിൽ പബ്ലിഷ് ചെയ്ത് ഒരു വിജ്ഞാപനമായി പുറത്തു വരുന്ന സ്ഥിതി ഇപ്പോഴും ഒരു ദിവസം പൂർത്തിയാകാൻ പോകുമ്പോഴും ഉണ്ടാകുന്നില്ല എന്നുള്ളത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിൽ സൃഷ്ടിക്കുന്ന ഒരു പ്രതിസന്ധിയാണ്. അതിൽ പ്രധാനമായി തട്ടി നിൽക്കുന്നത് മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളാണ്. മുസ്ലിം ലീഗുമായിട്ട് ബന്ധപ്പെട്ട ഈ വകുപ്പ് വിഭജനത്തിൽ ഫിഷറീസ് വകുപ്പ് എല്ലാ കാലത്തും കൈകാര്യം ചെയ്തിരുന്നത് കോൺഗ്രസ് ആയിരുന്നു. എന്നാൽ ഇത്തവണ അത് ഫിഷറീസ് വകുപ്പ് മുസ്ലിം ലീഗിന് കൈമാറുമെന്ന് കോൺഗ്രസ് അറിയിക്കുമ്പോഴും മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്നത് ഫിഷറീസ് വകുപ്പ് ലഭിച്ചാൽ മാത്രമേ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ലീഗ് കോൺഗ്രസിന് കൈമാറൂ എന്നുള്ളതാണ്. അക്കാര്യത്തിൽ ഇപ്പോഴും ഒരു ചർച്ചയും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ടും ഈ പറയുന്ന UDFിലെ മറ്റ് ഘടകകക്ഷികളുമായി ബന്ധപ്പെട്ടും ഇത്തരം വകുപ്പുകളുടെ വിഭജനം അത് എത്രത്തോളം പൂർത്തിയായി എന്നുള്ളത്
ഇപ്പോഴും നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല. നിലവിൽ ഈ PC വിഷ്ണുനാഥിന് സഹകരണ വകുപ്പ്, ബിന്ദു കൃഷ്ണയ്ക്ക് കൃഷി വകുപ്പ്, അതോടൊപ്പം തന്നെ ടി സിദ്ദിഖിന് ബിന്ദു കൃഷ്ണയ്ക്ക് തൊഴിൽ വകുപ്പാണ്, ടി സിദ്ദിഖിന് കൃഷി വകുപ്പ്, ഇങ്ങനെ പലരുടെയും പേരുകൾ, അനൂപ് ജേക്കബിന് സിവിൽ സപ്ലൈസ് വകുപ്പ്, ഇങ്ങനെ പലരുടെയും പേരുകളിൽ പലതരത്തിലുള്ള വകുപ്പുകളുമായി ബന്ധപ്പെട്ട സൂചനകൾ പുറത്തു വരുന്നുണ്ട്. എങ്കിലും ഇപ്പോൾ തന്നെ നമുക്കറിയാം, മന്ത്രിസഭ അധികാരമേറ്റ് കഴിഞ്ഞാൽ ആദ്യം ഉണ്ടാവുക പെട്ടെന്ന് തന്നെ അവരവരുടെ വകുപ്പുകൾ വേർതിരിക്കുക, ആ മന്ത്രിമാർ പുതിയ പുതിയ പ്രഖ്യാപനങ്ങളുമായി കളം പിടിക്കുക എന്നുള്ളതാണ്. അത്തരത്തിലേക്കുള്ള പുതിയ പ്രഖ്യാപനങ്ങളും പുതിയ ഉത്തരവുകളുമായി മന്ത്രിമാർക്ക് കളം പിടിക്കാൻ കഴിയാത്തൊരു സാഹചര്യം കൂടി നിലവിലുള്ളത് ഇത്തരത്തിലൊരു വകുപ്പ് വിഭജനത്തെ തട്ടി നിലനിൽക്കുന്ന പ്രതിസന്ധിയാണ്. അതുടൻ പരിഹരിച്ച് ഈ ഒരു അനിശ്ചിതാവസ്ഥ എന്താണ്, ഏതൊക്കെയാണ് മന്ത്രിമാരുടെ വകുപ്പുകൾ എന്നതിൽ ഉടൻ തന്നെ തീരുമാനമുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അമൃത, ഗോകുൽ. അജ്മൽ, ഒരു കാര്യം, ഇന്നലെയും ലത്തീൻ സഭയുമായി VD സതീശൻ നേരിട്ടെത്തി സഭ ആസ്ഥാനത്തെത്തി മുതിർന്ന പിതാക്കന്മാരെ കണ്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. M. വിൻസെന്റിന്റെ കാര്യത്തിൽ സഭയുടെ നിർദ്ദേശം കോൺഗ്രസ് സ്വീകരിച്ചില്ല, അല്ലെങ്കിൽ അത് നടപ്പാക്കാനായില്ല. പിന്നീട് ആവശ്യപ്പെട്ട് പറയുന്നത്, അല്ലെങ്കിൽ ഒരു അനുനയം എന്ന് പറയുന്നത്, കടലിനെ അറിയുന്ന, അവരുടെ വികാരം മനസ്സിലാക്കുന്ന ഒരാൾ വേണമെന്നതാണ്. ആ ഒരു സമ്മർദ്ദം കൂടി, അല്ലെങ്കിൽ അത്തരത്തിൽ ലത്തീൻ സഭയുടെ ഒരു പിണക്കം പരിഹരിക്കുന്ന കൂടി മുന്നിൽ നിൽക്കുന്നുകൊണ്ടാണോ ഈ ഫിഷറീസ് വിട്ടുകൊടുക്കാൻ, അല്ലെങ്കിൽ വിട്ടുകൊടുത്തുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസം ഏറ്റെടുക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് പോകാൻ സാധ്യമാകാത്തത്? ഗോകുൽ, ഈ തീരദേശ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ സർക്കാർ ഏറ്റവും കൂടുതൽ പഴികേട്ട വിഷയം എന്ന് പറയുന്നത് സ്വാഭാവികമായും ഈ തീരദേശ മത്സ്യബന്ധന തൊഴിലാളികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിഹരിക്കുന്നതിൽ ആ വകുപ്പ് തന്നെ ഒരു പരാജയമായിരുന്നു എന്നുള്ളതായിരുന്നു. സ്വാഭാവികമായും അധികാരത്തിലെത്തുക, പ്രത്യേകിച്ച് തിരുവനന്തപുരം പോലെയുള്ള തെക്കൻ ജില്ലകളിൽ ഈ തീരദേശ മേഖലകളിലെ ലത്തീൻ വിഭാഗക്കാരുടെ വോട്ട് എന്ന് പറയുന്നത് അതൊരു വലിയ വോട്ട് ബാങ്ക് തന്നെയാണ്. അതുകൊണ്ടാണ് സ്വാഭാവികമായും ആ വിഭാഗത്തിൽ നിന്നൊരു മന്ത്രി വരാത്തതിനെ ലത്തീൻ സഭ ചോദ്യം ചെയ്തതും അവരുടെ വികാരം, സ്വാഭാവികമായ ഒരു വികാരം മുഖ്യമന്ത്രിയെ തന്നെ ഇന്നലെ അറിയിക്കുന്ന ഒരു സാഹചര്യവുമൊക്കെ ഉണ്ടായത്. സ്വാഭാവികമായും ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രി, അത് സ്വാഭാവികമായും കോൺഗ്രസിൽ നിന്നുണ്ടാവുക എന്ന് പറയുന്നത് കോൺഗ്രസിനുള്ളിൽ നിന്നുള്ളവരും അതോടൊപ്പം തന്നെ ലത്തീൻ സഭ വിശ്വാസികളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് സ്വാഭാവികമായും ഇത്തരത്തിൽ ഈ ലത്തീൻ സഭയുടെ ആവശ്യപ്രകാരവും അതോടൊപ്പം തന്നെ കോൺഗ്രസിനുള്ളിൽ ഒരു പൊതുവികാരവും ഈ ഫിഷറീസ് വകുപ്പ് ഈ പറയുന്നത് പോലെ കോൺഗ്രസ് തന്നെ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. എന്നാൽ തെരഞ്ഞെടുപ്പിന് ശേഷം, ഫലം വന്നതിന് ശേഷം ഈ മന്ത്രിമാരുടെയൊക്കെ പ്രഖ്യാപനം നടത്തുമ്പോഴും ലീഗ് അന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പറഞ്ഞത് വകുപ്പുമായി ബന്ധപ്പെട്ട വിവേചനാധികാരം അത് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടാണ്. സ്വാഭാവികമായും അത് പ്രഖ്യാപിക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി അത് പ്രഖ്യാപിക്കുമെന്ന് പറയുമ്പോഴും ഇതിനുള്ളിലെ ചർച്ചകൾ തുടരുന്നു എന്നുള്ളതാണ് അത് നൽകുന്ന സൂചനയും. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ആ ഫിഷറീസ് വകുപ്പ് ഇപ്പുറത്തെ ലീഗിന് കൈമാറുകയാണ് എങ്കിൽ മാത്രമാണ് ലീഗ് ഉന്നത വിദ്യാഭ്യാസം കോൺഗ്രസിന് കൈമാറാമെന്ന് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസം സ്വാഭാവികമായി ഇപ്പുറത്ത് കോൺഗ്രസ് കിട്ടണമെങ്കിൽ ഈ ഫിഷറീസ് വകുപ്പിന്റെ കാര്യത്തിലുള്ള ഈ നിൽക്കുന്ന ഒരു അനിശ്ചിതത്വം ഈ ഉടൻ തന്നെ പരിഹരിക്കേണ്ടത് കൂടി ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആവശ്യകതയായി നിലനിൽക്കുന്നുണ്ട്. ഗോകുൽ, ശരി. അജ്മൽ ദിറാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. അമൃത, ഏതായാലും ഇപ്പോൾ മിക്ക മന്ത്രിമാരും, അത് വനംവകുപ്പ് മന്ത്രി അടക്കം പലരും, ഷിബു ബേബി ജോൺ അടക്കം, അവരുടെ വകുപ്പുകൾ ഏറ്റെടുക്കുകയും അതിൽ പ്രവർത്തനം ആരംഭിക്കുകയും അല്ലെങ്കിൽ പ്രതികരണങ്ങൾ അത്തരത്തിൽ വകുപ്പുകളുമായി ബന്ധപ്പെട്ട് നടത്തുകയൊക്കെ ചെയ്തു. അതിനുശേഷം ഇനി ഈ ഷഫ്ലിംഗ് അല്ലെങ്കിൽ ഈ വെച്ചുമാറ്റം എന്നത് ഫിഷറീസും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും തമ്മിലുള്ള മാറ്റം അത് സാധ്യമായില്ലെങ്കിൽ മറ്റാളുകളുടെ നെയിം ബോർഡിലും ഇളക്കം ഉണ്ടാവും, അല്ലെങ്കിൽ വകുപ്പുകളിൽ മാറ്റം ഉണ്ടാവും. CPIM കാസർഗോഡ് ജില്ലാ കമ്മിറ്റി യോഗം ഇന്നും നാളെയുമായി നടക്കും. നേതാക്കളായി P. ജയരാജൻ, MV ജയരാജൻ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും. തിങ്കളാഴ്ച ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിന് തുടർച്ചയായാണ് ജില്ലാ കമ്മിറ്റി യോഗം ചേരുക. ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പാർട്ടി സംസ്ഥാന നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു. ജില്ലയിൽ പാർട്ടി ശക്തി കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ വോട്ട് ചോർച്ചയുണ്ടായത് ചർച്ചയാകും. CPIM-ന് നിയമസഭയിൽ ഒരംഗം പോലും ഇല്ലാത്ത വിധം ജില്ലയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറിയത് വിമർശന വിധേയമാകും. പാർട്ടി ശക്തികേന്ദ്രമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ പരാജയവും മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിലെ വോട്ട് ചോർച്ചയും ചർച്ച ചെയ്യും. ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു. തളിപ്പറമ്പ്, പയ്യന്നൂർ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥിത്വ വിഷയങ്ങൾ പൊതുവിൽ ജില്ലയെയും ബാധിച്ചു എന്ന വിമർശനം സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉയർന്നു. ഇതിന്റെ അനുരണനങ്ങൾ ജില്ലാ കമ്മിറ്റിയിലും ഉണ്ടാകാനാണ് സാധ്യത. ഇറാനെതിരെ നാളെ നടത്താനിരുന്ന സൈനികാക്രമണം താൽക്കാലികമായി നിർത്തിവെച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഖത്തറിന്റെയും സൗദി അറേബ്യയുടെയും UAE-യുടെയും അഭ്യർത്ഥന മാനിച്ചാണ് ചൊവ്വാഴ്ച നടക്കാനിരുന്ന ആക്രമണം മാറ്റിവെച്ചതെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ അറിയിച്ചു. സ്വീകാര്യമായ കരാറിൽ എത്തിച്ചേരാനായില്ലെങ്കിൽ ഇറാനെതിരെ പൂർണ്ണ ആക്രമണം നടത്താൻ തയ്യാറാകണമെന്ന് സൈന്യത്തിന് നിർദ്ദേശം നൽകിയതായി ട്രംപ് വ്യക്തമാക്കി. മധു കൊട്ടാരക്കര ചേരുന്നു അമേരിക്കയിൽ നിന്ന്. മധു, ഗുഡ് മോർണിംഗ്.
ഇന്നലെ ട്രംപ് പറഞ്ഞത് ഇറാൻ തീർന്നു, ഇനി ഇസ്രയേൽ എന്ന് തയ്യാറെടുക്കുക യുദ്ധത്തിന്, ആക്രമണത്തിന്. അവിടേക്ക് അമേരിക്കൻ വിമാനങ്ങൾ പറന്നിറങ്ങുന്നു ഇസ്രയേലിലേക്ക്. ആ കളമെല്ലാം കൂട്ടിവെച്ച ശേഷം ഇപ്പോൾ എന്തുകൊണ്ടാണ് പിന്നോട്ട് പോകുന്നത്? മുമ്പൊരു ഘട്ടത്തിലും ഇത്തരത്തിൽ അറബ് രാഷ്ട്രങ്ങളുടെ അഭ്യർത്ഥനയോ അല്ലെങ്കിൽ അവരുടെ ആവശ്യമോ ആക്രമണം പാടില്ല എന്നൊരു നിർദ്ദേശമൊന്നും ട്രംപ് ചെവിക്കൊണ്ടിരുന്നില്ല. മോർണിംഗ് ഗോകുൽ, അമൃത. ചൈനയിലെ സന്ദർശനം കഴിഞ്ഞ് ഡൊണാൾഡ് ട്രംപ് തിരിച്ച് വൈറ്റ് ഹൗസിൽ എത്തിയപ്പോൾ തന്നെ തുടർച്ചയായിട്ട് ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുമായിട്ട് ചർച്ചകൾ നടത്തുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ തന്നെ കഴിഞ്ഞ ദിവസം അത് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ അതിനൊരു സ്ഥിരീകരണം വന്നിരിക്കുകയാണ്. ഇറാനെതിരെ വൻ സൈനിക ആക്രമണ പദ്ധതിയായിരുന്നു ട്രംപ് പ്ലാൻ ചെയ്തത്. അത് അവസാന നിമിഷം ഇപ്പോൾ മാറ്റിവെച്ചു എന്ന് ട്രംപ് തന്നെ പറയാണ്. ഇന്ന് വാഷിംഗ്ടണിൽ ഒരു ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രോഗ്രാമിൽ ട്രംപ് സംസാരിക്കുമ്പോൾ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ഈ വിവരം പറഞ്ഞത്. ശക്തമായ തിരിച്ചടി നൽകുവാൻ അമേരിക്ക പൂർണ്ണ സജ്ജമായിരുന്നുവെന്നും എന്നാൽ ചില സഖ്യരാജ്യങ്ങളുടെ ഇടപെടലിനെ തുടർന്നാണ് ഇതിപ്പോൾ തൽക്കാലത്തേക്ക് മാറ്റുകയാണെന്നാണ് ട്രംപ് പറയുന്നത്. ഈ രാജ്യങ്ങൾ സൗദി അറേബ്യ, ഖത്തർ, UAE ഈ ഗൾഫ് രാജ്യങ്ങളാണ് ഈ വിഷയത്തിൽ ഇടപെട്ടതും അതുപോലെ ഈ ആക്രമണം ഒരു 2-3 ദിവസത്തേക്കെങ്കിലും നീട്ടിവെക്കുവാൻ തന്നോട് അഭ്യർത്ഥിക്കുമായിരുന്നു എന്നാണ് ട്രംപ് പറയുന്നത്. ഇറാനുമായിട്ട് ഒരു സുപ്രധാനമായ ഒരു കരാറിൽ വൈകാതെ എത്തുമെന്നും അത് വളരെ അടുത്താണെന്നുമാണ് ഗൾഫ് രാജ്യങ്ങൾ തന്നെ അറിയിച്ചിരിക്കുന്നതെന്ന് ട്രംപ് പറയുന്നു. ഇറാന്റെ കൈകളിൽ ഒരു കാരണവശാലും ആണവായുധം എത്തില്ലെന്ന് ഉറപ്പാക്കുന്ന രീതിയിലുള്ള ഒരു കരാറായിരിക്കും വരുന്നതെന്നും ട്രംപ് പറയുന്നു. അതുമാത്രമല്ല, ഇറാനുമായിട്ട് ഇപ്പോൾ വലിയ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടെന്നും അതിന്റെ ഫലം എന്താകുമെന്ന് വരും ദിവസങ്ങളിൽ കാണാമെന്നും ട്രംപ് പറഞ്ഞു. ഈ ആക്രമണം താൽക്കാലത്തേക്ക് മാറ്റിവെച്ചെങ്കിലും ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഇറാനെതിരെ ശക്തമായ സൈനിക നടപടിയുമായിട്ട് മുന്നോട്ട് പോകുമെന്നുള്ള ഒരു മുന്നറിയിപ്പും അമേരിക്ക നൽകുന്നുണ്ട്. ഗോകുൽ, അമൃത. മധു കൊട്ടാരക്കരയാണ് അമേരിക്കയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ട്രംപ് ആ കടുത്ത ആക്രമണത്തിൽ നിന്ന് ഇപ്പോൾ തൽക്കാലം ഒന്ന് പിൻവാങ്ങിയിരിക്കുകയാണ്. എത്ര നേരത്തേക്കാണ് ഈ സമാധാനമെന്നറിയില്ല. നോക്കാം. ഏതായാലും രാജ്യത്ത് ഇന്ധനക്ഷാമം ഇല്ല എന്ന് ആവർത്തിക്കുകയാണ് കേന്ദ്രം. അസംസ്കൃത എണ്ണ, PNG, LPG എന്നിവ മതിയായ അളവിൽ ലഭ്യമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വാദം. അതേസമയം ഹോർമൂസ് കടലിടുക്ക് കടന്ന ഒരു LPG ടാങ്കർ കൂടി ഉടൻ ഇന്ത്യയിലെത്തും. വിയറ്റ്നാം പതാകയേന്തിയ NV സൺഷൈൻ LPG കപ്പൽ ഇന്ന് മംഗളൂർ തീരത്തെത്തും എന്നാണ് റിപ്പോർട്ട്. 46,427 ടൺ LPG ആണ് ഈ കപ്പലിലുള്ളത്. വിനീത VG ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. വിനീത, ഇന്നലെയും കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി ഇക്കാര്യത്തിൽ വിശദീകരണം നൽകുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ ജനങ്ങളോട് പറയുന്നുണ്ടായിരുന്നു യാതൊരു ക്ഷാമവും പ്രതിസന്ധിയും ഇല്ല എന്നത്. നേരത്തെയും ആവർത്തിച്ചതാണ്. പക്ഷേ ഈ വിലക്കയറ്റത്തിന്റെ സാഹചര്യത്തിൽ ട്രംപിന്റെ ഇന്നലത്തെ യുദ്ധസന്നദ്ധമെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ ക്രൂഡ് വില ഉയർന്നതുമൊക്കെ ഒരാശങ്ക ഉയർത്തുന്നുണ്ട്. തീർച്ചയായും ഗോകുൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ധനക്ഷാമം ഇല്ലെന്ന് അത് ആവർത്തിക്കുമ്പോഴും നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസം ഒക്കെ ഇത്തരത്തിലേക്ക് ഇന്ധന വിലവർദ്ധനവിലേക്ക് അടക്കം കാര്യങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ കേന്ദ്രം നൽകിയിരുന്ന ഒരു വിശദീകരണം ഇക്കാര്യത്തിൽ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വലിയ ഒരു വിലക്കയറ്റത്തിലേക്ക് ഒരു വിലവർദ്ധനവിലേക്കോ കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്നുള്ളതായിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്നലെ ഹർദീപ് സിംഗ് പുരി തന്നെ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തത്. രാജ്യത്ത് ഇന്ധനക്ഷാമം ഇല്ലെന്ന് തന്നെയാണ് കേന്ദ്രം ആവർത്തിക്കുന്നത്. അസംസ്കൃത എണ്ണ, LPG ഒപ്പം തന്നെ PNG എന്നിവ മതിയായ അളവിൽ ലഭ്യമാണെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വാദം. അതേസമയം ഹോർമൂസ് കടലിടുക്ക് കടന്ന് ഒരു LPG ടാങ്കർ കൂടി ഉടൻ ഇന്ത്യയിലേക്ക് എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. വിയറ്റ്നാം പതാകയേന്തിയ NV സൺഷൈൻ LPG കപ്പൽ ഇന്ന് മംഗളൂർ തീരത്താണ് എത്തുക എന്നാണ് റിപ്പോർട്ടുകളിലുള്ളത്. അത് സൂചിപ്പിച്ചതുപോലെ തന്നെ 46,427 ടൺ LPG ആയാണ് ഈ കപ്പലിലുള്ളത്. ശരി, വിനീത VG ആണ് വിവരങ്ങൾ നൽകിയത്. ഇന്ധന വില ഉയർന്നു, അതുപോലെ തന്നെ എല്ലായിടത്തും ഈ ക്രൂഡ് വില ഉയരുകയും ചെയ്യുമ്പോഴും നമുക്ക് ക്ഷാമമൊന്നുമില്ല, പാചകവാതകത്തിലടക്കം ക്ഷാമമില്ലെന്നതാണ് സർക്കാർ നൽകുന്ന വിശദീകരണം. കൂടുതൽ വാർത്തകളിലേക്ക് കിടക്കാം. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ വാർത്തയിലേക്ക് തന്നെയാണ്. സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുറഹിമിന്റെ ശിക്ഷാ കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. ജയിൽ മോചനത്തിനായുള്ള നടപടിക്രമങ്ങൾ ഏതാണ്ട് പൂർത്തിയായതായാണ് സൂചന. താമസിയാതെ അബ്ദുറഹീമിന് നാട്ടിലെത്താൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ 2006 കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുറഹീം ജയിലിലാവുന്നത്. പൊതു അവകാശ കേസിൽ കോടതി വിധിച്ച 20 വർഷത്തെ തടവ് ശിക്ഷയുടെ കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. മോചനത്തിനുള്ള നടപടിക്രമങ്ങൾ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ടെന്നാണ് സൂചന. താമസിയാതെ ആഭ്യന്തര മന്ത്രാലയം ഫൈനൽ എക്സിറ്റ് വിസ അനുവദിക്കും. ഇതോടെ സൗദി സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാകും. തുടർന്ന് യാത്രാ തീയതി ക്രമീകരിച്ച് നാട്ടിലേക്ക് മടങ്ങുമെന്നാണ് പ്രതീക്ഷ. രാജ്യം വിടാനുള്ള എമർജൻസി സർട്ടിഫിക്കറ്റ് റിയാദിലെ ഇന്ത്യൻ എംബസി തയ്യാറാക്കിയിട്ടുണ്ട്. സ്വകാര്യ അവകാശ കേസിൽ അബ്ദുറഹീമിനെ കോടതി വിധിച്ചത് വധശിക്ഷയായിരുന്നു.
15 മില്യൺ റിയാൽ അഥവാ 34 കോടിയോളം രൂപ മോചനദ്രവ്യം വാങ്ങി കൊല്ലപ്പെട്ട സൗദി ബാലന്റെ കുടുംബം അബ്ദുറഹീമിന് മാപ്പ് നൽകി. കോടതി വധശിക്ഷ റദ്ദാക്കുകയും ചെയ്തു. ഇതോടെ പൊതു അവകാശ കേസിലെ തടവ് ശിക്ഷയ്ക്ക് ശേഷം മോചനത്തിനുള്ള വഴി തെളിഞ്ഞു. മോചനദ്രവ്യം നൽകാനുള്ള പണം മലയാളികൾ ഒറ്റക്കെട്ടായി സ്വരൂപിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അബ്ദുറഹീമിന്റെ മോചനത്തിനായി കാത്തിരിക്കുകയാണ് കുടുംബവും മലയാളികളും. 24 ജിദ്ദ. വേനൽമഴ അങ്ങനെ കനത്ത് വരികയാണ്. ഇന്ന് ജില്ലകളിൽ 9 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് നിലനിൽക്കുന്നത്. ഈ ജില്ലകളിൽ അടുത്ത 24 മണിക്കൂറിൽ വിവിധയിടങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും 40 മുതൽ 50 കിലോമീറ്റർ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് അജ്മൽ ദിറാർ, കോഴിക്കോട് നിന്ന് ദിലീഷ തിലകൻ എന്നിവർ വിവരങ്ങൾ നൽകാൻ അയച്ചിരുന്നുണ്ട്. ആദ്യം അജ്മലിലേക്കാണ്. അജ്മൽ ദിറാർ, ഗുഡ് മോർണിംഗ് അഗെയിൻ. ഏതായാലും കാലവർഷം ഇത്തവണ നേരത്തെ എത്തുകയാണെന്ന് പറയുന്നുണ്ട്. അതേസമയം വേനൽ മഴ അതിശക്തമായി തുടരുന്നൊരു സാഹചര്യം കൂടിയാണ്. ഇങ്ങനെ ഏതൊക്കെ ജില്ലകളിലാണ് മുന്നറിയിപ്പുള്ളത്? അമൃത ഗോകുൽ, ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ്. ഈ പറഞ്ഞതുപോലെ വേനൽ മഴ സംസ്ഥാനത്ത് ശക്തമാകുന്നതിനിടെ ഇന്ന് 9 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ യെല്ലോ അലർട്ട് നിലനിൽക്കുന്നത്. ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും അതോടൊപ്പം തന്നെ 40 മുതൽ 50 കിലോമീറ്റർ വരെ ശക്തമായ കാറ്റിനും സാധ്യത ഉണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അതുകൂടാതെ തിരുവനന്തപുരം ജില്ലയിൽ അടുത്ത 3 മണിക്കൂർ ശക്തമായ മഴയ്ക്ക് സാധ്യത ഉള്ളതിനാൽ ഓറഞ്ച് അലർട്ട് കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ വേനൽ മഴ ഇത്ര ശക്തമായി തുടരുകയും പലയിടങ്ങളിലും ഈ മഴക്കെടുതികൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലുമൊക്കെ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ അധികൃതരുടെ നിർദ്ദേശങ്ങൾ കൃത്യം പാലിക്കണമെന്നും ജാഗ്രതയോടെ അവിടങ്ങളിൽ നിന്നും മാറി താമസിക്കണമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി കൂടി അറിയിക്കുന്നുണ്ട്. അതുകൂടാതെ സംസ്ഥാനത്ത് ഇന്ന് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഈ കണ്ണൂർ, കാസർഗോഡ് തീരങ്ങളിൽ ശക്തമായ തിരമാലയ്ക്ക് സാധ്യത ഉള്ളതിനാൽ മത്സ്യബന്ധന തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രതയോടെ ഇരിക്കണമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്. അമൃത ഗോകുൽ. ഇനി ദിലിഷ തിലകനാണ് ചേരുന്നത് കോഴിക്കോട് നിന്ന്. ദിലിഷ, വടക്കൻ കേരളത്തിന്റെ സാഹചര്യം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ കാറ്റിൽ വലിയ നാശനഷ്ടമുണ്ടായി, ഇടിമിന്നലേൽക്കുന്നു പലർക്കും. ഇന്ന് ഏതൊക്കെ ജില്ലകളിലാണ് മുന്നറിയിപ്പ്? എന്തൊക്കെ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നാണ് നിർദ്ദേശം? ഗോകുൽ പറഞ്ഞ പോലെ തന്നെയാണ്. കാരണം ഈ കാലവർഷം ശക്തി പ്രാപിക്കുന്നതിനും കാലവർഷം എത്തുന്നതിന് മുമ്പ് തന്നെ ഈ വടക്കൻ ജില്ലകളിലൊക്കെ അതിശക്തമായിട്ടുള്ള മഴയും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തു. അതിൽ കഴിഞ്ഞ ദിവസം 4 പേർക്കാണ് കോഴിക്കോട് താമരശ്ശേരിയിലും തിരുവമ്പാടിയിലുമായിട്ട് 4 പേർക്ക് ഇടിമിന്നലേൽക്കുകയും തിരുവമ്പാടിയിൽ ഒരാൾ മരിക്കുകയും ചെയ്തു. അതീവ ഗുരുതരമായിട്ടുള്ള സാഹചര്യമാണ്. ശക്തമായിട്ടുള്ള ഇടിമിന്നലായിരുന്നു ഉണ്ടായിരുന്നത്. മാത്രമല്ല ഈ പേരാമ്പ്രയിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള കൃഷിനാശങ്ങളുണ്ടായി. അതുപോലെ തന്നെ മിന്നൽ ചുഴലിയിൽ നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. കഴിഞ്ഞ ദിവസം നന്മണ്ടയിലും ഇത്തരത്തിൽ ഒരു കോൺക്രീറ്റ് വീടിന് മുകളിലേക്ക്, ഇന്നലെ രാത്രിയോട് കൂടിയാണ് സംഭവം, കോൺക്രീറ്റ് വീടിന് മുകളിലേക്ക് തെങ്ങ് കടപുഴകി വീണ വീട് പാടെ തകർന്നു. വീടിൻ്റെ ഉൾവശം പാടെ തകർന്ന നിലയിലാണ് ഉള്ളത്. നന്മണ്ട സ്വദേശിയായിട്ടുള്ള അമൃതവല്ലിയുടെ വീടിനാണ് ഇത്തരത്തിൽ കേടുപാടുകൾ സംഭവിച്ചത്. ഇതിൽ മലയോര മേഖലയെക്കുറിച്ച് എടുത്തു പറയുകയാണെങ്കിൽ ഒരു ചെറിയ മഴ പെയ്താൽ പോലും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് ഈ വടക്കൻ ജില്ലകളിലെ മലയോര മേഖല എന്ന് പറയുന്നത്. അവിടെയൊക്കെ തന്നെ ചെറിയ മഴ പെയ്താൽ പോലും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളും മറ്റും സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ നഗരപ്രദേശങ്ങളിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ചെറിയൊരു മഴ പെയ്താൽ പോലും വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടുണ്ടാവുന്ന സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ കടന്നു പോകുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള മഴ ഉണ്ടായിരുന്നെങ്കിലും ഇന്നലെ മഴയ്ക്ക് ചെറിയ കുറവുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് പുലർച്ചയോടുകൂടി വീണ്ടും മഴ ശക്തി പ്രാപിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതിൽ പെരുവയൽ ഭാഗത്തൊക്കെ തന്നെ വലിയ രീതിയിലുള്ള നാശങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഗോകുൽ. ശരി, ദിലിഷ തിലകനും അജ്മൽ ദിറാറുമാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും മുൻകരുതലുകൾ സ്വീകരിക്കുക. മഴ ചൂടിനൊരു ആശ്വാസമാണെങ്കിലും പലയിടത്തും വലിയ നാശനഷ്ടങ്ങളും ഇടിമിന്നലും ഉണ്ടാവും. അത് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇടിമിന്നൽ പ്രത്യേക ജാഗ്രത പുലർത്തണമെന്ന് നിർദ്ദേശം കൂടിയുണ്ട്. ഗോകുൽ, ഇവിടെ ശക്തമായ മഴ പെയ്യുമ്പോൾ വടക്കേ ഇന്ത്യയിൽ വലിയ ചൂടാണ്. ഉത്തരേന്ത്യയിൽ കനത്ത ചൂട് തുടരുകയാണ്. ഈ മാസം 24 വരെ കനത്ത ചൂട് തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. രാജ്യത്ത് ഇന്നലെ ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയത് ഉത്തർപ്രദേശിലെ ബാണ്ടയിലാണ്, 47.6 ഡിഗ്രി സെൽഷ്യസ്. ഡൽഹിക്ക് പുറമെ രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, പഞ്ചാബ് സംസ്ഥാനങ്ങളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്.
മലപ്പുറം മഞ്ചേരിയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉണ്ടായോ എന്ന് പരിശോധിക്കാൻ പോലീസ്. കാണാതായ മുഹമ്മദ് അൽ ഫയാദ് ഇന്നലെ മഞ്ചേരി സ്റ്റേഷനിൽ ഹാജരായിരുന്നു. തന്നെ ആരും തട്ടിക്കൊണ്ടുപോയില്ലെന്നാണ് യുവാവ് മൊഴി നൽകിയത്. എന്നാൽ ഈ മൊഴി പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. യുവാവ് നടത്തിയിരുന്ന ബിസിനസ് സംബന്ധിച്ചും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ഈ മാസം 16 രാത്രിയാണ് 24-കാരനെ ഇന്നോവ കാറിലെത്തിയ 4-അംഗ സംഘം തട്ടിക്കൊണ്ടുപോയത്. കാസർഗോഡ് ക്രിക്കറ്റ് കളിക്കിടെയുണ്ടായ തർക്കത്തെ തുടർന്നുള്ള കൊലപാതകത്തിൽ 2 പേർ അറസ്റ്റിൽ. കുമ്പടാജെ മാപ്പിളത്തൊട്ടി സ്വദേശിയായ കിരൺ, കറുവത്തടുക്കയിലെ അഖിലേഷ് എന്നിവരെ കർണാടക പുത്തൂരിൽ നിന്നാണ് ബദിയടുക്ക പോലീസ് അറസ്റ്റ് ചെയ്തത്. ഞായറാഴ്ച രാത്രി മാർപ്പിലടുക്ക ജംഗ്ഷനിലാണ് ക്രൂരമായ കൊലപാതകമുണ്ടായത്. സഹകരണ ബാങ്ക് സുരക്ഷാ ജീവനക്കാരൻ BK സുരേഷാണ് കൊല്ലപ്പെട്ടത്. ഞായറാഴ്ച കുമ്പടാജെ പഞ്ചായത്ത് മൈതാനത്ത് നടത്തിയ ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘാടകരിൽ ഒരാളാണ് കൊല്ലപ്പെട്ട സുരേഷ്. മത്സരത്തിനിടെ ഉണ്ടായ വാക്കുതർക്കം പോലീസ് ഇടപെട്ട് പരിഹരിച്ചിരുന്നു. തുടർന്നാണ് ക്രൂരമായ കൊലപാതകം നടന്നത്. മോഡലിംഗിന്റെ മറവിൽ മനുഷ്യക്കടത്ത് നടത്തിയ കേസിൽ 2 യുവതികൾ അറസ്റ്റിൽ. സിന്ധു, അലീന എന്നിവരാണ് കൊച്ചി മരട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ അറസ്റ്റിലായത്. മോഡലിംഗ് എന്ന വ്യാജേന വിദേശത്തെത്തിച്ച് ലൈംഗികമായി ചൂഷണം ചെയ്തു എന്നാണ് പരാതി. പിന്നിൽ വൻ സംഘമെന്ന് പോലീസ്. മോഡലിംഗ് അവസരം വാഗ്ദാനം ചെയ്ത് പെൺകുട്ടികളെ വിദേശത്തെത്തിച്ച് ലഹരി നൽകി ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കുകയാണ് പ്രതികൾ ചെയ്തിരുന്നത്. ഈ ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തി ഭീഷണിപ്പെടുത്തി വീണ്ടും ക്രൂരപീഡനം. വഴങ്ങാത്തവരുടെ ബന്ധുക്കൾക്ക് ദൃശ്യങ്ങൾ അയച്ചു നൽകും. ലൈംഗിക ഉപദ്രവം നേരിട്ട 3 പേർ വിദേശത്ത് നിന്ന് രക്ഷപ്പെട്ട് നാട്ടിലെത്തി പോലീസിൽ പരാതി നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് 2 പേർ പോലീസിന്റെ പിടിയിലാകുന്നത്. അലീനയെ മരടിലെ ഫ്ളാറ്റിൽ നിന്നും സിന്ധുവിനെ മുംബൈയിൽ നിന്നുമാണ് പിടികൂടുന്നത്. മുംബൈയിൽ പിടിയിലായ സിന്ധുവിനെ നാളെ നാട്ടിലെത്തിക്കും. പ്രതികളിൽ ഒരാളായ അലീന ഇതിനു മുൻപും ക്രിമിനൽ കേസിൽ അറസ്റ്റിലായിട്ടുണ്ട്. കൊച്ചിയിലെ പല ഗുണ്ടാ തലവന്മാരുമായും അലീനയ്ക്ക് ബന്ധവുമുണ്ട്. കേസിൽ ഇനിയും പ്രതികൾ പിടിയിലാകാനുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. 24 കൊച്ചി. മോഡലിംഗിന്റെ മറവിൽ മനുഷ്യക്കടത്ത് നടത്തിയ കേസിൽ ഒരു യുവതി കൂടി കസ്റ്റഡിയിൽ. പൊന്നാനിയിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്. കേസിൽ അറസ്റ്റിലായ അലീനയെയും സിന്ധുവിനെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കും. മുംബൈയിൽ പിടിയിലായ സിന്ധുവിനെ രാവിലെയോടെ മരട് സ്റ്റേഷനിലെത്തിക്കും. വിഷ്ണു സുരേഷിന്റെ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, 3 യുവതികൾ നാട്ടിലേക്ക് മടങ്ങിയെത്തിയതാണ് ഈ വലിയ റാക്കറ്റിലേക്ക് എത്താനുള്ള സാഹചര്യം ഉണ്ടായത്, അല്ലെങ്കിൽ അതിലേക്ക് അന്വേഷണം നീണ്ടത്. എത്ര പരാതികൾ ഇതുവരെ ലഭിച്ചിട്ടുണ്ട്? ഈ സംഘം അത് ഇങ്ങനെ കൂടുതൽ ആളുകൾ, അതിലെ ചെറിയ കണ്ണുകൾ മാത്രമാണ് ഈ പിടിയിലായിരിക്കുന്നതെന്നാണ് ലഭിക്കുന്ന സൂചന, അല്ലേ? ഗൂഗിൾ, ഇതിന് പിന്നിലൊരു വൻ സംഘമുണ്ട് എന്ന വിലയിരുത്തലാണ് പോലീസ് ഉള്ളത്. അതായത് ഒരു രാജ്യാന്തര സെക്സ് റാക്കറ്റ് എന്ന തലത്തിലേക്ക് അന്വേഷണം പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. സൗത്ത് ACPയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ കേസിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. 3 സ്ത്രീകളാണ് കൊച്ചി സിറ്റി പോലീസിൽ എത്തി പരാതി നൽകിയത്. കമ്മീഷണർക്ക് പരാതി നൽകുന്നു. ആ പരാതി പിന്നീട് മരട് പോലീസിലേക്ക് കൈമാറുകയായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ ഈ 3 പേരെ പിടികൂടിയിട്ടുള്ളത്. ഇന്നലെ മുംബൈയിൽ നിന്നാണ് സിന്ധു എന്ന് പറയുന്ന യുവതിയെ പിടികൂടിയത്. അലീന എന്ന് പറയുന്ന മറ്റൊരു യുവതിയെ എറണാകുളത്ത് തന്നെ പിടികൂടിയിരുന്നു. അവർ 2 പേരും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. സിന്ധുവുമായുള്ള സംഘം മുംബൈയിൽ നിന്ന് മരടിലേക്ക് തിരിച്ചിട്ടുണ്ട്. അലീന ഇന്നലെ തന്നെ വൈദ്യപരിശോധനയൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ഇന്ന് പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. ഇന്നലെ രാത്രിയാണ് മരട് പോലീസ് പൊന്നാനിയിലേക്ക് യാത്ര തിരിച്ചത്. അവിടെ നിന്ന് ഒരാളെ കൂടി ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഈ പരാതിക്കാർ പറയുന്നതനുസരിച്ച് അവർ നേരിട്ടത് സമാനതകളില്ലാത്ത കൊടിയ പീഡനങ്ങളാണ്. അത് ശാരീരികമായും മാനസികമായും ഒക്കെ അവരെ ഉപദ്രവിക്കുന്ന തലത്തിലേക്ക് പോയി കാര്യങ്ങളെത്തി. ഒരു കണക്കിന് അവർ അവിടെ നിന്ന് കഷ്ടപ്പെട്ട് ആരുടെയൊക്കെയോ സഹായം കൊണ്ടാണ് നാട്ടിലേക്ക് എത്തിയത്. അതിന് പിന്നാലെ പരാതി നൽകാൻ തീരുമാനിക്കുക, പരാതി നൽകുകയും ചെയ്തു. അവരെ 164 പ്രകാരമുള്ള മൊഴിയൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ മൊഴി പ്രകാരമാണ് ഇപ്പോൾ അറസ്റ്റ് ഒക്കെ നടന്നിട്ടുള്ളത്. കേസിൽ കൂടുതൽ പ്രതികളുണ്ട്. ഇപ്പോൾ പിടിയിലായിട്ടുള്ള ഈ അലീന മുൻപ് മരട് പോലീസ് സ്റ്റേഷനിൽ തന്നെ മറ്റൊരു കേസിൽ അറസ്റ്റിലായതാണ്. അവിടുത്തെ ഒരു ബാറിൽ മാരകായുധങ്ങളുമായി എത്തി ഒരു വൃദ്ധനെ അതിക്രൂരമായി മർദ്ദിക്കുന്ന കേസിലെ പ്രതിയാണ് അവർ. ഗുണ്ടാബന്ധമുണ്ട് എന്നാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ കണ്ണികൾ കുറച്ചുകൂടി വലുതാകാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. ഇത് കേവലം ഈ 3 പേരിൽ മാത്രം ഒതുങ്ങില്ല. ഇതിന്റെ അടുത്ത തലത്തിലേക്ക് അന്വേഷണം പോകും. കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകും. കൂടുതൽ പരാതികൾ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. മോഡലിംഗിന് വേണ്ടി പറഞ്ഞാണ് പെൺകുട്ടികളെ ഇവിടെ നിന്ന് വിദേശത്തേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ എത്തുമ്പോൾ മറ്റുള്ളവർക്ക് പലർക്കായി കാഴ്ചവെച്ച് അവരുടെ ശരീരം വിൽക്കുന്ന രീതിയിലേക്ക് പോകുന്നു. അതിന് വിസമ്മതിച്ചു കഴിഞ്ഞാൽ കൊടിയ മർദ്ദനം നേരിടേണ്ടി. അങ്ങനെ ഒരു വൻ റാക്കറ്റ് ഇതിന് പിന്നിലുണ്ട്. വലിയ സാമ്പത്തിക നേട്ടം ഈ ആളുകൾ ഉണ്ടാക്കുന്നുണ്ടെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. അപ്പോൾ കൂടുതൽ അറസ്റ്റ് നടപടിയിലേക്ക് പോകും. ഇന്ന് ഒരുപക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഔദ്യോഗിക പ്രതികരണം കൊച്ചി സിറ്റി പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. ഗൂഗിൾ.
ഇന്ധനവില വീണ്ടും കൂടിയിരിക്കുകയാണ്. പെട്രോളിന് 86 പൈസയും ഡീസൽ 83 പൈസയും കൂട്ടി. 10 ദിവസത്തിനിടെ ഇത് രണ്ടാം തവണയാണ് വില വർദ്ധിപ്പിക്കുന്നത്. വിനീത വിജിയുടെ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. വിനീത, ക്ഷാമമില്ല, പ്രതിസന്ധിയില്ല എന്നൊക്കെ കേന്ദ്ര സർക്കാർ ഒരു വശത്ത് പറയുന്നുണ്ട്. പക്ഷേ ജനങ്ങൾക്ക് ഈ വിലവർധന, പാചകവാതകത്തിന്റെ വിലവർധന, പിന്നീട് ഇപ്പോൾ ഇന്ധന വിലവർധന, ഇതിപ്പോൾ രണ്ടാം തവണയാകുന്നു. ആകപ്പാടെ ബുദ്ധിമുട്ടാകുന്ന തീരുമാനങ്ങളാണ് വരുന്നത്. ഗോകുൽ, സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവരെ ആകപ്പാടെ, ഗോകുൽ സൂചിപ്പിച്ചതുപോലെ അവരെ ആകപ്പാടെ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം തന്നെയാണ് ഈ വിലവർദ്ധനവിലൂടെ ഉണ്ടായിരിക്കുന്നത്. അതിൽ ക്ഷാമമില്ലെന്ന് കേന്ദ്രം ആവർത്തിക്കുമ്പോഴും ഇതാ 10 ദിവസത്തിനിടയിൽ വീണ്ടും ഇന്ധന വിലവർദ്ധനവ് ഉണ്ടായിരിക്കുന്നു. നേരിയ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. പെട്രോളിന് 86 പൈസയും ഡീസലിന് 83 പൈസയുമാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഈ 10 ദിവസത്തിനിടെ ഇത് രണ്ടാം തവണയാണ് വർധനവുണ്ടായിരിക്കുന്നത്. നേരത്തെ 3 രൂപ വീതമൊക്കെ വർധനവുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു നേരിയ വർധനവ് കൂടി ഉണ്ടായിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഇന്ധനക്ഷാമം ഇല്ല എന്ന് കേന്ദ്രം ആവർത്തിക്കുന്നുണ്ട്. ഞങ്ങളുടെ പക്കൽ ആവശ്യത്തിനുള്ള LPG-യും അസംസ്കൃത എണ്ണയും ഒക്കെ മതിയായ അളവിൽ ലഭ്യമാണ് എന്ന് കേന്ദ്ര സർക്കാർ വാദം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇങ്ങനെ ഒരു നേരിയ വർധനവ് കൂടി ഉണ്ടായിരിക്കുന്നത്. ഗോകുൽ, ശരി, ഏതായാലും 10 ദിവസത്തിനിടയിലെ രണ്ടാമത്തെ വർധനയാണ്. ജനങ്ങൾക്ക് വലിയ ഭാരമായി മാറുന്നുണ്ട്. പല ഇന്ധന വിലവർധനയ്ക്കും പാചകവാതക വിലവർധനയ്ക്കും പിന്നാലെ മറ്റ് പല സാധനങ്ങളുടെയും വില കൂടിയതാണ്. ഭക്ഷ്യവസ്തുക്കളുടെ അടക്കം, ഹോട്ടൽ ഭക്ഷണത്തിൻ്റെ അടക്കം വില കൂടിയതാണ്. ഇനി അമേരിക്കയിലേക്കാണ്. അവിടെ സാന്റിയാഗോയിൽ വെടിവെപ്പ്. 2 അക്രമികൾ ഉൾപ്പെടെ 5 പേർ കൊല്ലപ്പെട്ടു. സാന്റിയാഗോയിലെ ഇസ്ലാമിക് സെന്റർ ഓഫ് സാന്റിയാഗോ എന്ന പള്ളിയിലാണ് വെടിവെപ്പുണ്ടായത്. മധു കൊട്ടാരക്കരയുണ്ട് വിവരങ്ങളുമായി അമേരിക്കയിൽ നിന്ന്. മധു, ഗുഡ് മോർണിംഗ് അഗെയിൻ. ആരാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്ന് മനസ്സിലായിട്ടുണ്ടോ? എന്താണ് അവരുടെ ഈ പ്രചോദനം, അല്ലെങ്കിൽ അവരെ പ്രേരിപ്പിച്ച ഘടകം എന്നതൊക്കെ വ്യക്തമാവുന്നുണ്ടോ? ഗോകുൽ, വിദ്വേഷമാണെന്നാണ് പോലീസ് പറയുന്നത്. ഈ സാന്റിയാഗോയിലെ ഏറ്റവും വലിയ മസ്ജിദായിരുന്നു ഇസ്ലാമിക് സെന്റർ ഓഫ് സാന്റിയാഗോ. അവിടെയാണ് ഈ വെടിവെപ്പ് ഉണ്ടായത്. 2 കൗമാരക്കാരായിട്ടുള്ള ആക്രമികളാണ് ഈ പള്ളിക്ക് നേരെ വെടിയുതിർത്തത്. ഈ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ 3 പേർ കൊല്ലപ്പെട്ടു. എന്നാൽ ഇപ്പോൾ 5 പേർ ഇതിൽ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഇതിൽ ഒരാൾ ഈ പള്ളിയിലെ ഒരു സെക്യൂരിറ്റി ഗാർഡായിരുന്നു. ആക്രമണത്തിന് ശേഷം അല്പം ബ്ലോക്കുകൾ അകലെ വെച്ച് ഈ 2 കൗമാരക്കാരായിട്ടുള്ള അക്രമികൾ അവരെ സ്വയം വെടിവെച്ച് ജീവൻ ഒടുക്കുകയായിരുന്നു. ഇതൊരു വിദ്വേഷ കുറ്റകൃത്യമായിട്ടാണ് പോലീസ് പറയുന്നത്. അത് മാത്രമല്ല, ഇവർ സഞ്ചരിച്ച കാറിൽ ഇത്തരത്തിലുള്ള ഈ ഇസ്ലാം വിദ്വേഷ പേപ്പറുകളും അതുപോലെ ഈ ഗണ്ണിലും ഇസ്ലാം വിരുദ്ധ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ പള്ളിയുടെ സെക്യൂരിറ്റി ഗാർഡ് കൃത്യസമയത്ത് ഇടപെട്ടതുകൊണ്ടാണ് കൂടുതൽ ഒരു ദുരന്തം അതിലേക്ക് പോകാതെ, അല്ലെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ആക്രമണം എത്താതിരുന്നതെന്നാണ് പോലീസ് പറയുന്നത്. സംഭവ സ്ഥലത്ത് ഈ പള്ളിയിൽ സ്കൂളിലുണ്ടായിരുന്ന കുട്ടികളുണ്ടായിരുന്നു. അവരെല്ലാം സുരക്ഷിതരാണെന്നാണ് സ്കൂൾ അധികൃതർ പറയുന്നത്. FBI ഉൾപ്പെടെയുള്ള ഉന്നത അന്വേഷണ ഏജൻസികൾ സ്ഥലത്തെത്തി ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഗോകുൽ, അമൃത. ശരി, മധു കൊട്ടാരക്കരയാണ് വിവരങ്ങൾ നൽകിയത്. കൗമാരക്കാരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പറയുമ്പോൾ എത്രത്തോളം ഡീപ്പ് റൂട്ടഡ് ആണ് ഈ ഹേറ്റ്രഡ് അല്ലെങ്കിൽ ഹേറ്റ് സ്പീച്ച്, അതിൻ്റെ വേരുകൾ എത്രത്തോളം വിദ്വേഷം ആഴത്തിൽ പടർന്നിരിക്കുന്നു എന്നത് കൂടി ആശങ്കപ്പെടുത്തുന്നതാണ്. നീറ്റ് UG പരീക്ഷയുടെ ക്രമക്കേടിന്റെ വാർത്തയിലേക്കാണ്. നീറ്റ് UGയുടെ 2019 മുതലുള്ള പരീക്ഷകളിലേക്കും ചോദ്യപേപ്പറുകളിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കാനൊരുങ്ങുകയാണ് CBI. ക്രമക്കേടിന്റെ സൂത്രധാരനായ PV കുൽക്കർണി 2019 മുതൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിൽ പ്രവർത്തിക്കുന്നത് കണ്ടെത്തിയതോടെയാണ് CBIയുടെ നീക്കം. കുൽക്കർണിക്ക് ചോദ്യപേപ്പറുകളിലെ എല്ലാ സെറ്റുകളിലേക്കും ആക്സസ് ഉണ്ടായിരുന്നു. കൂടുതൽ കോച്ചിംഗ് സെന്ററുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണ സംഘം റെയ്ഡുകൾ നടത്തുന്നുണ്ട്. വിനീത വിജയ് തുടരുന്നു ഡൽഹിയിൽ നിന്ന്. വിനീത, നമ്മൾ ഈ NTA ഈ ആദ്യ ഘട്ടത്തിൽ ഈ വിവാദം ഉയരുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പരാതി ഉയർന്നപ്പോൾ പറഞ്ഞത് എല്ലാം വളരെ സുരക്ഷയോടുകൂടിയാണ് ചോദ്യപേപ്പറുകൾ സെന്ററുകളിലേക്ക് എത്തിക്കുന്നത്. അവിടുത്തെ സുരക്ഷാ ക്രമീകരണം, കൊണ്ടുപോകുന്ന വാഹനത്തിന് GPS, ക്യാമറ പരിശോധന, AI ക്യാമറയുടെ നിരീക്ഷണം, ഇതെല്ലാം പറഞ്ഞു. പക്ഷേ ചോദ്യം ഉണ്ടാക്കിയെടുത്ത്, അതായത് ഈ ചോദ്യത്തിൻ്റെ ഉറവിടത്തിൽ തന്നെ അത് പുറത്തു പോകാനുള്ള വഴികൾ ഉണ്ടായിരുന്നു എന്നത് അറിയാനോ അത് തടയാനോ സാധിച്ചില്ല ഈ ഏജൻസിക്ക്. ഗൂഗിൾ ഇക്കാര്യങ്ങളിലെല്ലാം വളരെ വ്യാപകമായിട്ടുള്ള അന്വേഷണം തന്നെയാണ്, വിപുലമായിട്ടുള്ള അന്വേഷണം തന്നെയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. നീറ്റ് UGയുടെ 2019 മുതലുള്ള പരീക്ഷകളിലേക്കും ചോദ്യപേപ്പറുകളിലേക്കും കൂടി അന്വേഷണം വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണ് CBIയുടെ വിവിധ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടുള്ള അന്വേഷണമാണ് ഇതിനോടകം തന്നെ പുരോഗമിച്ചു വരുന്നത്. ഈ ക്രമക്കേടിന്റെ സൂത്രധാരനായ PV കുൽക്കർണി അത് 2019 മുതൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് കണ്ടെത്തിയതോടുകൂടിയാണ് ഈ കാലയളവിൽ നടത്തിയിട്ടുള്ള പരീക്ഷകളിൽ ഏതെങ്കിലും തരത്തിൽ സമാനമായിട്ടുള്ള രീതിയിൽ
ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം പരിശോധിക്കാനായിട്ട് ഒരുങ്ങുന്നത്. അതിൽ ഈ എല്ലാ സൈറ്റുകളിലും ഈ കുൽക്കർണിക്ക് ചോദ്യപേപ്പറുകളുടെ എല്ലാ സൈറ്റുകളിലേക്കും ആക്സസ് ഉണ്ടായിരുന്നു എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ഈ ചോദ്യപേപ്പറുകൾ മറാഠയിലേക്ക് പരിഭാഷ ചെയ്യുന്നതും കുൽക്കർണിയുടെ ചുമതലയായിരുന്നു. മുൻ വർഷങ്ങളിലെയും ഈ ചോർച്ചയ്ക്ക് സാധ്യതകൾ പരിഗണിച്ചാണ് CBIയുടെ ഒരു അന്വേഷണം നടക്കുന്നത്. ഈ കേസിലെ പ്രധാന പ്രതിയായ ഇദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ ഈ ആക്സസ് കൂടി ഉണ്ടായിരുന്ന ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇതിനു മുൻപും ഇത്തരത്തിലേക്കുള്ള നടപടികൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അന്വേഷണ സംഘം പരിശോധിച്ചു വരുന്നത്. ശരി, വിനീതയാണ് വിവരങ്ങൾ നൽകിയതായാലും CBI അന്വേഷണത്തിൽ പുറത്തുവരുന്ന വിവരങ്ങൾ ആ ഏജൻസിയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ അതിലെ എത്രത്തോളം ദുർബലമായിരുന്നു അവരുടെ സുരക്ഷാ സംവിധാനങ്ങൾ, ഇതിനുള്ള തയ്യാറെടുപ്പുകളെന്ന് വെളിവാക്കുന്നതാണ്. അപ്പോഴും വിദ്യാർത്ഥികൾക്കാണ് ബാധ്യതയാവുന്നത്, ആശങ്കയാവുന്നത്. തമിഴ്നാട്ടിൽ അണ്ണാ DMKയിലെ തർക്കത്തിൽ സമവായമെന്ന് സൂചന. ഇന്ന് രാവിലെ 9 മണിക്ക് പാർട്ടി ജനറൽ സെക്രട്ടറി എടപ്പാടി K പളനിസ്വാമിയുടെ നേതൃത്വത്തിൽ ജില്ലാ അധ്യക്ഷന്മാരുടെ യോഗം ചേരും. ചെന്നൈ ഗ്രീൻവേസ് റോഡിലെ EPSന്റെ വീട്ടിലാണ് യോഗം. TVKയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച AIDMKയിലെ SP വേലുമണി വിഭാഗം പാർട്ടി ജില്ലാ അധ്യക്ഷന്മാരുടെ പിന്തുണ തേടിയിരുന്നു. 82 ജില്ലാ അധ്യക്ഷന്മാരിൽ 50 പേർ SP വേലുമണിക്ക് പിന്തുണ കത്ത് നൽകിയെന്നാണ് വിവരം. ജനറൽ കൗൺസിൽ ചേർന്നാൽ ജില്ലാ അധ്യക്ഷന്മാരുടെ പിന്തുണ SP വേലുമണി വിഭാഗത്തിന് ലഭിക്കും. ഇതോടെ EPS സ്ഥാനമൊഴിയേണ്ടി വരും. അങ്ങനെയാണ് സമവായത്തിന് എടപ്പാടി K പളനിസ്വാമി തയ്യാറായതെന്നാണ് സൂചന. പാർട്ടിയെ EPS നയിക്കും. SP വേലുമണിയെ നിയമസഭാ കക്ഷി നേതാവാക്കുമെന്നാണ് സൂചന. കോഴിക്കോട് നഗരത്തിൽ ബലക്ഷയമുള്ള കെട്ടിടങ്ങളിൽ അടിയന്തരമായി അറ്റകുറ്റപ്പണി നടത്താൻ NITയിലെ വിദഗ്ധ സംഘത്തിന്റെ നിർദ്ദേശം. എന്നാൽ കഴിഞ്ഞ വർഷം തീപിടുത്തമുണ്ടായ പുതിയ സ്റ്റാൻഡിലെ കെട്ടിടം പൊളിച്ചു നീക്കേണ്ടതില്ല എന്നാണ് സംഘം പറയുന്നത്. അറ്റകുറ്റപ്പണി നടത്തിയാൽ മതിയെന്നാണ് നിർദ്ദേശം. തീപിടുത്തമുണ്ടായി 1 വർഷം പിന്നിടുന്ന ഘട്ടത്തിലാണ് കോഴിക്കോട് പുതിയ സ്റ്റാൻഡിലെ കെട്ടിടത്തിൽ NIT സംഘം പരിശോധന നടത്തിയത്. പലപ്പോഴും വെള്ളം കെട്ടിനിൽക്കുന്ന സാഹചര്യമുള്ളതിനാൽ കെട്ടിടത്തിന് ബലക്ഷയം കൂടിയിട്ടുണ്ട്. എന്നാൽ ആവശ്യമായ അറ്റകുറ്റപ്പണി നടത്തിയാൽ തുടർന്നും ഉപയോഗിക്കാമെന്ന NIT സംഘം നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി. പല ബിൽഡിങ്സിലും നമ്മൾ നോട്ട് ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ ഈ സൺഷെയ്ഡ് അങ്ങനത്തെ പുറമേന്ന് ഇങ്ങനെ എക്സ്ട്രൂഡഡ് ആയിട്ട് നിൽക്കുന്ന ചില എലമെൻറ്റ്സ് ആണ് ഭയങ്കരമായിട്ട് ഭീഷണി വരുന്നത്. ഇപ്പം കേരളത്തിൻ്റെ ഒരു ക്ലൈമറ്റ് വെച്ച് ഇപ്പം നിരന്തരം മഴ പെയ്യുന്നൊരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഷോ വോൾ അങ്ങനെ എക്സ്റ്റീരിയർ സൺഷെയ്ഡ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് അധികം ക്രാക്ക് വന്ന് പൊളിയുന്നത്. അപ്പോൾ അതാണ് ഒരു മെയിൻ കൺസേൺ. പിന്നെ ഓവറോൾ മെയിൻ്റെനൻസ് ഒരു ഇഷ്യൂ ആണ്. അപ്പം റെഗുലർ മെയിൻ്റെനൻസ് തന്നെയാണ് ഒരു സൊല്യൂഷൻ. അപ്പം കാലിക്കറ്റ് കോർപ്പറേഷൻ എല്ലാ കൊല്ലവും ഒരു ഇത്ര ഫണ്ട് മൺസൂണിന് മുന്നേ മെയിൻ്റെനൻസിന് വേണ്ടി ചിലവഴിച്ചാൽ റെഗുലർലി മെയിൻറ്റെയിൻ ആണെങ്കിൽ മേജർ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ പറ്റും. വലിയങ്ങാടിയിൽ 4 പേരുടെ മരണത്തിനിടയാക്കിയ കെട്ടിടമടക്കം 21 കെട്ടിടങ്ങൾക്കാണ് ബലക്ഷയമുള്ളത്. ഇതിൽ പാളയം മാർക്കറ്റ്, കോർപ്പറേഷൻ സ്റ്റേഡിയം എന്നിവയാണ് NIT സംഘം പരിശോധന നടത്തിയ മറ്റു കെട്ടിടങ്ങൾ. 24 കോഴിക്കോട്. ആലുവ തോട്ടക്കാട്ടുകരയിൽ കഞ്ചാവ് വേട്ട. 25 കിലോ കഞ്ചാവ് പിടികൂടി. കഞ്ചാവ് എത്തിച്ച അസം സ്വദേശികൾ കസ്റ്റഡിയിലാണ്. വിഷ്ണു സുരേഷ് നൽകും വിവരങ്ങളുമായി. വിഷ്ണു, 25 കിലോ എന്ന് പറയുമ്പോൾ കച്ചവടമാണ് പരിപാടി എന്നത് ഉറപ്പാണ്. ഗോകുൽ, ഒരു തർക്കവുമില്ല. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ആലുവ, അങ്കമാലി റെയിൽവേ സ്റ്റേഷനിൽ കേന്ദ്രീകരിച്ച് വ്യാപകമായി തന്നെ കഞ്ചാവ് പിടികൂടുന്നുണ്ട്. അതിൽ ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ 25 കിലോ കഞ്ചാവ് പിടികൂടിയിരിക്കുന്നത്. അങ്കമാലിയിൽ നിന്ന് ആലുവ ഭാഗത്തേക്ക് ഓട്ടോറിക്ഷയിൽ കടത്താൻ ശ്രമിക്കുന്നതിനിടയിലാണ് പോലീസിന്റെ സ്പെഷ്യൽ സ്ക്വാഡ് കഞ്ചാവ് പിടികൂടിയത്. അസം സ്വദേശികളായ 2 പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഹെറോയിനുമായി ഒരു വലിയ സംഘത്തെ പോലീസ് പിടികൂടിയിരുന്നു. ഇതര സംസ്ഥാന മേഖലകളിൽ, പ്രത്യേകിച്ച് പെരുമ്പാവൂർ പോലുള്ള പ്രദേശങ്ങൾ, മൂവാറ്റുപുഴ പോലുള്ള പ്രദേശങ്ങളിൽ വിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് വ്യാപകമായി ഇത്തരത്തിൽ കഞ്ചാവ് ഇറക്കുമതി ചെയ്യുന്നതെന്നുള്ളതാണ് പോലീസിന്റെ വിലയിരുത്തൽ. ഇതിന്റെ സോഴ്സിലേക്ക് എത്തുക എന്നുള്ളത് അങ്ങേയറ്റം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ സപ്ലൈ പരമാവധി കട്ട് ചെയ്യാനുള്ള ഒരു ശ്രമത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. അതിന്റെ ഭാഗമായാണ് വ്യാപക പരിശോധനയും അറസ്റ്റും നടക്കുന്നത്. ഗോകുൽ. ശരി, വിഷ്ണു സുരേഷാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത് കൊച്ചിയിൽ നിന്ന്. AI സേവനങ്ങൾ വിപുലപ്പെടുത്താൻ ദുബായ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ഐഡന്റിറ്റി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് GDRFA ദുബായ് ഉന്നത ഉദ്യോഗസ്ഥരുടെ അവലോകന യോഗം ചേർന്നു. കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ AI വ്യാപിപ്പിക്കണമെന്ന് യോഗം വിലയിരുത്തി. സർക്കാർ സേവനങ്ങൾ കൂടുതൽ വേഗത്തിലാക്കുകയും കാര്യക്ഷമമാക്കുകയും ചെയ്യുന്നതിനായി AI സാങ്കേതിക വിദ്യകൾ വ്യാപകമായി ഉപയോഗിക്കുന്ന പുതിയ ഭരണപരമായ പദ്ധതികൾ GDRFA ദുബായ് ആരംഭിച്ചു. പ്രവർത്തന സജ്ജത, ഭരണ സംവിധാനം, ഡാറ്റ വിശകലനം എന്നിവ വിലയിരുത്തുന്നതിനായി സമഗ്രമായ അവലോകനം പൂർത്തിയാക്കിയതായി അധികൃതർ അറിയിച്ചു. ദുബായിലെ റെസിഡൻസി, എമിഗ്രേഷൻ സേവനങ്ങൾ കൈകാര്യം ചെയ്യുന്ന പ്രധാന സർക്കാർ വകുപ്പാണ്
ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ഐഡന്റിറ്റി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ്. സർക്കാർ സേവനങ്ങളുടെ ഗുണനിലവാരം ഉയർത്തുക, പ്രവർത്തന കാര്യക്ഷമത വർദ്ധിപ്പിക്കുക, വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം ശക്തിപ്പെടുത്തുക എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. പ്രവർത്തന തന്ത്രപരമായ സൂചികകൾ, റിസ്ക് മാനേജ്മെന്റ്, സ്ഥാപനങ്ങളുടെ സ്വാധീന വിലയിരുത്തൽ എന്നിവ വിശകലനം ചെയ്താണ് വികസന മുൻഗണനകൾ കണ്ടെത്തിയത്. കൃത്രിമ ബുദ്ധിയും പ്രവചനാത്മക ഡാറ്റ വിശകലന സംവിധാനങ്ങളും വ്യാപകമായി ഉപയോഗിക്കുന്നതിലൂടെ വെല്ലുവിളികൾക്ക് അതിവേഗം പ്രതികരിക്കാനും സർക്കാർ സേവനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും ഉപഭോക്തൃ അനുഭവം മെച്ചപ്പെടുത്താനും കഴിയുമെന്ന് അധികൃതർ വ്യക്തമാക്കി. എല്ലാ മേഖലയിലും നടപടികൾ പുരോഗമിച്ചു വരികയാണെന്ന് ജനറൽ ഡയറക്ടറേറ്റ് അറിയിച്ചു. 24 ദുബായ്. UAE-യിൽ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കുള്ള പെരുന്നാൾ അവധി പ്രഖ്യാപിച്ചു. 4 ദിവസമാകും അവധി ലഭിക്കുക. വ്യാജ ഉൾഹിയത്ത് പരസ്യങ്ങൾക്കെതിരെ ദുബായ് പോലീസ് മുന്നറിയിപ്പ് നൽകി. മെയ് 26 മുതൽ 29 വരെയാണ് UAE-യിൽ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. 4 ദിവസം ശമ്പളത്തോടുള്ള അവധി നൽകണമെന്ന് മാനവ വിഭവശേഷി തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. ഈ ദിവസങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് പിന്നീട് അവധി നൽകുകയോ പ്രത്യേകം വേതനം നൽകുകയോ ചെയ്യണം. സർക്കാർ ജീവനക്കാർക്ക് നേരത്തെ 5 ദിവസത്തെ അവധി പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ശനി, ഞായർ ദിവസങ്ങൾ കൂടി കൂട്ടുമ്പോൾ 9 ദിവസത്തെ അവധിയാണ് ആകെ ലഭിക്കുക. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അവധിയും ഇങ്ങനെ തന്നെ. സർക്കാർ സ്ഥാപനങ്ങളും സ്കൂളുകളും പെരുന്നാൾ അവധി കഴിഞ്ഞ് ജൂൺ 1-നാകും തുറക്കുക. അതേസമയം വ്യാജ ഉളുഹിയത്ത് പരസ്യങ്ങൾക്കെതിരെ ദുബായ് പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ബലി കൊടുക്കാനുള്ള മൃഗങ്ങളെ കുറഞ്ഞ നിരക്കിൽ വിൽക്കുന്നുവെന്ന് തട്ടിപ്പുകാർ പരസ്യം നൽകുന്നു. ശേഷം മുൻകൂട്ടി പണം നൽകാൻ ആവശ്യപ്പെടും. പണം ലഭിച്ച ശേഷം പരസ്യം തന്നെ അപ്രത്യക്ഷമാകും. ഉളുഹിയത്ത് നൽകാൻ ഓൺലൈനായി മൃഗങ്ങളെ വാങ്ങുന്നത് കഴിവതും ഒഴിവാക്കണമെന്ന് പോലീസ് നിർദ്ദേശിച്ചിട്ടുണ്ട്. അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്ന് മാത്രം മൃഗങ്ങളെ വാങ്ങണം. സംശയാസ്പദമായ പരസ്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ വിവരം അറിയിക്കണമെന്നും ദുബായ് പോലീസ് അറിയിച്ചു. 24 ദുബായ്. ഓക്കെ, ന്യൂസ് ബ്രേക്സിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.